ലൈഫിൽ കഷ്ടപ്പാടുകൾ വരുമ്പം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന സാക്ഷാൽ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ കഥ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. 100 Days 100 Story പാർട്ട് 51 ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ദ അയൺ മാൻ അഥവാ റോബർട്ട് ഡൗണി ജൂനിയർ കൊട്ടാരം പോലൊരു വീട്ടിൽ ജനിച്ചു വളർന്ന അവന്റെ അച്ഛൻ സിനിമ ഡയറക്ടർ, അമ്മ ഹീറോയിൻ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ അവനെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നു. തന്റെ 5ാമത്തെ വയസ്സിൽ അഭിനയിച്ച ചിത്രം വൻ ഹിറ്റായതോടുകൂടി ഹോളിവുഡിൽ എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ട ബാലതാരമായി മാറുന്നു. അതിനുശേഷം തുടർന്ന് അഭിനയിച്ച എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആവുന്നു. അങ്ങനെ അവൻ വളർന്ന് ഹോളിവുഡിലെ തന്നെ ടോപ്പ് മോസ്റ്റ് സ്റ്റാർ ആയി മാറുന്നു. ആ സമയത്തിൽ ചാപ്ലിൻ എന്നൊരു ചിത്രത്തിൽ ചാർലി ചാപ്ലിന്റെ വേഷം ചെയ്ത് അഭിനയിച്ച ആ പടം ഓസ്കാർ വരെ പോകുന്നുണ്ട്. എന്നാൽ ട്വിസ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ RDJ ഒരു വലിയ വീട്ടിലെ കുട്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ ചെറുപ്പത്തിൽ തന്നെ ഡ്രഗ്സ് ഉപയോഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ഡ്രഗ്സ് എടുക്കുന്നത് ആ വീട്ടിൽ ആർക്കും വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നിയിരുന്നില്ല. ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനാണ് അവനെ ഡ്രഗ് അടിക്കാൻ ശീലിപ്പിക്കുന്നത്. ഒരു പോയിന്റിന് മേലെ എത്തുമ്പോഴേക്കും ഡ്രഗ്സിന് അഡിക്റ്റ് ആയി അവൻ മാറുന്നു. ഷൂട്ടിംഗ് സ്പോട്ടിൽ പോകുമ്പോൾ ഡ്രഗ്സ് അടിച്ചിട്ട് പോവുക, ഷൂട്ടിംഗ് സ്പോട്ടിൽ തന്നെ ഡ്രഗ്സ് അടിക്കുക, കൃത്യസമയത്തിന് പോകാതിരിക്കുക, വീട്ടിൽ ഭാര്യയുമായി വഴക്കുണ്ടാക്കുക, അങ്ങനെ 4 ഭാഗത്തിൽ നിന്നും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അതിന്റെയൊക്കെ കൂടെ തന്നെ നന്നായി അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങളിൽ നിന്നും എല്ലാം അയാളെ ഒഴിവാക്കുന്നു. ഒരു പ്രൊഡക്ഷൻ ഹൗസ് അയാളെ വെച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കാൻ തയ്യാറാവുന്നില്ല. അയാളെ ഒരു ഡയറക്ടർക്കും താല്പര്യമില്ലാതാവുന്നു. എല്ലാം മതിയാക്കി വീട്ടിൽ പോകാന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായി ഡ്രഗ്സ് അടിച്ച് പ്രശ്നമുണ്ടാക്കണമെന്നും പറഞ്ഞ് ഭാര്യ അവനെ ഡിവേഴ്സ് ചെയ്തു പോകുന്നു. അതിനുശേഷം കോടതിയിൽ കേസ് വരുന്നു. ഡ്രഗ്സ് ഉപയോഗം കാരണം ജയിലിലാവുന്നു. അവിടെ കേസ് നടത്താൻ അവന്റെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ അവസാന മാർഗമായി അവൻ സുഹൃത്തുക്കളോട് പൈസ ചോദിക്കുന്നുണ്ട്. കഞ്ചാവ് അടിച്ച് നടക്കുന്ന നിനക്ക് ഞാൻ എന്ത് വിശ്വാസത്തിൽ പണം തരണമെന്ന് പറഞ്ഞ് സുഹൃത്തുക്കളും അവനെ കൈയൊഴിയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ജീവിതം എല്ലാവർക്കും ഒരു 2ാമത് അവസരം നൽകും. RDJക്ക് അയൺമാനിന്റെ വേഷമായിരുന്നു ആ അവസരമായി വന്നത്. മാർവലിന്റെ അയൺമാനിൽ ഹീറോയായി അഭിനയിക്കാൻ പോകുന്നു. അന്ന് അയാളെ റോബർട്ട് ഡൗണി ജൂനിയറായി ആർക്കും അറിയില്ലായിരുന്നു. അയാൾ അങ്ങനെ ടോണി സ്റ്റാർക്കായി ലോകം മുഴുവൻ അറിയപ്പെടുന്നു. ഇവിടെ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മാർവൽ സിനിമകൾ ഒരു ഘട്ടത്തിന് ശേഷം മോശമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ സമയം മാർവലിനെ രക്ഷിക്കാൻ റോബർട്ട് ഡൗണി ജൂനിയർ ഹോളിവുഡ് കണ്ട എക്കാലത്തെയും മികച്ച കംബാക്ക് കൊടുത്തുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. അതും ഹീറോ ആയിട്ടല്ല, വില്ലനായിട്ട്. റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഈ കഥയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഒരൊറ്റ കാര്യം മാത്രമാണ്. എത്രയൊക്കെ തന്നെ തോൽവികളും ദുരന്തങ്ങളും നിങ്ങളെ വേട്ടയാടിയാലും നമ്മുടെ ലൈഫിൽ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡ്രഗ്സിലോ പോണിലോ അല്ലാതെ നമ്മുടെ ഡ്രീംസിലും ഗോളിലുമാണെങ്കിൽ പടച്ച തമ്പുരാൻ വിചാരിച്ചാലും നിങ്ങളെ തളർത്താൻ കഴിയില്ലെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്ന സാക്ഷാൽ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഈ കഥ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി.